ഹലോ ഗൈസ്, ഇത് മുഴുവൻ കേരളയിലെ ടീമിൽസ് ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് കേരള 96 സ്ഥാനം ഉണ്ട്. MA2V 69 സ്ഥാനത്തും ഒക്കെ. ഓ മൈ ഗാഡ്, പുള്ളി കേരള പത്തനംതിട്ടയുണ്ട്. കേരള വരെ ഉണ്ട്. കേരള ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ. കേരള ഡ്രോഗൻ എന്നാ പറയുന്നത്? എൻ്റെ ഡ്രോഗൻ പോവും. ലൂസിഫറും ചാടി. പക്ഷെ ഒബ്സർവേഷൻ ചാടിയാൽ മതിയായിരുന്നു. ഇവിടെ ഡ്രോഗൻ കിട്ടുമോ എന്നാലാണ് കേസ്. ഇവന്മാരെ ഒന്നും റിക്വസ്റ്റ് ഇടാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരെ കിട്ടിയില്ലല്ലോ. ഇവരെ നമ്മൾ കൊന്ന ഇവരെ ചിലപ്പോൾ ചാൻസ് ഉണ്ട് റിക്വസ്റ്റ് ഇടാൻ. അവിടെ ആളെന്തായാലും കയറും മണ്ടയ്ക്ക്. അതോടൊപ്പം ഇവിടെ എന്തോ സീരിയൽ ഓണാക്കി വെച്ചേക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് മെയിനായിട്ട് എൻ്റെ ശബ്ദവും വരുന്നുണ്ടോ, മറ്റേതിൻ്റെ ശബ്ദവും വരുന്നുണ്ടോ? ഈ സീരിയൽ എന്തെല്ലാം ശബ്ദങ്ങളാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് പോകും. അവരെന്നെ കണ്ടു കാണും ഓഫീസിൽ. ഇന്ന മണ്ടയ്ക്ക് കയറണ്ടായത്. അവരെന്നെ കൊന്ന അവൻ ഒറ്റയാവും. ഇവിടെ കാണും അവർ. എനിക്ക് AC ഉണ്ടെന്ന് ഞാൻ എൻ്റെ മണ്ടയ്ക്ക് കയറിയാണ്. അവരെന്നെ കണ്ടില്ല. ദിസ് ഈസ് അത്ഭുതം. അത്ഭുതം പോ അത്ഭുതം. അവൻ്റെ നെറ്റ് പോയി. എടാ, എനിക്കടിക്കാൻ പറ്റിയില്ല. അവൻ്റെ ഈ ഡ്രോഗൺ ഉണ്ടായിരുന്നു. ഞാനിവരെ കാണിച്ചു. ഹലോ, ഇതവിടെ ഡ്രോഗൺ കിടപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ ഡ്രോഗൺ ഉണ്ട്. ഇവൻ എന്നെ പോയിന്ന് റിവൈവ് ചെയ്തൂടി. എനിക്കറിഞ്ഞൂടാ ഇവന് മലയാളിയാണോ അല്ലയോ. ആള് മൈക്ക് ഓണാക്കിയായിരുന്നു. ആളെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് പോ. ത്രോകണ്ണ അവിടെ എന്നെ വെയിറ്റ് ചെയ്യുക. ഫുൾ സൗണ്ട് വെക്കാം. ഞാൻ മാറക്കിട്ട് കാണാനില്ല. ഇവിടെ തന്നെ ഇല്ലേ. Resources here. നമ്മുടെ കയ്യിൽ ഇതില്ല. പക്ഷേ ഇവിടെ കില്ലെന്തായാലും പോയി. ഡൗൺ ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത ഡ്രോഗണ്. ഒരു വർഷം ഡ്രോഗണ് കിട്ടിയാൽ പിന്നെ എപ്പോഴും ഡ്രോഗണ്ണായിരിക്കും.
നമുക്ക് ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. സോൺ ലെഫ്റ്റ് സൈഡിലല്ലേ വളഞ്ഞു വീഴുന്നു. ചിലപ്പോൾ ഇങ്ങനെ നടന്നു വർക്കാവും. നമുക്ക് നോക്കാം. അല്ല, നേരെ നടക്കല്ല. നേരെ നടന്ന ഒരു ഗുണവും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, നേരെ നടന്ന ഗുണമില്ല, ഇങ്ങനെ നടന്ന ഗുണമുണ്ട്. ഇവിടെ വെച്ചായിരുന്നു, ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചായിരുന്നു ഏബിൾ ഒരു വശം നിന്ന്. അങ്ങനെ എൻ്റെ റെക്കോർഡ് കഴിഞ്ഞിട്ട് ഏബിൾ കളിക്കുന്ന ബർമൂഡ. അയ്യോ, സോൺ ഷാർക്കിങ് തീർന്നില്ലായിരുന്നു. ഞാൻ തീർന്നെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നങ്ങ് കയറി. അപ്പം എവിടെ തീരുന്നു? ഇവിടെ ആരും ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇതെപ്പറ എടുക്കുന്നതെന്ന് വെച്ചാൽ പട്ടാക്കിയെന്ന് പറഞ്ഞു. എടാ, ഇവിടെ മറ്റേ M2 ഉണ്ട്. മറ്റേയാളുടെ ഇത് മറ്റേ ആള് നമ്മൾ പത്തനംതിട്ടയിൽ ഒരാൾ 70 സ്ഥാനം. ഞാൻ വിചാരിച്ചു എല്ലായിടത്തും ഇത് തന്നെ കാണും. ലാസ്റ്റ് ഇവൻ്റെ ഈ സ്കിന്ന് പെർമനൻ്റ് ആയിരുന്നു. എൻ്റെ എല്ലാ പെർമനൻറ്റ് സ്കിൻസും ചിലവൊക്കെ കാണാതായി. സോംബി മൂടി കിട്ടിയ സാധനങ്ങളെല്ലാം അത് ഇനി M10 പോയിക്കോണം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം ഇവിടെ റിവൈവ്. Head to the vending machine. Head to the vending machine. ബാക്കിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഈ സൈഡിലൂടെ കയറാം. അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ട് അവിടെ നിൽപ്പുണ്ടോ? ഇപ്പോൾ ഷാർക്കിങ് സോൺ ആവാറായി. ബസ്തി ക്ലച്ചടിച്ച്. Need money for items. ഞാൻ വണ്ടി എടുക്കാനല്ല. പോടേ എത്രയും പെട്ടെന്ന് പോടേ. ആരെങ്കിലും കൊല്ലണമല്ലോ. റൈറ്റ് സൈഡ് ഇതുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് എനിക്കൊന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ മറ്റേ കലഹാരി മാപ്പിൽ കിട്ടുന്നൊരു ഗണ്ണുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ വലിച്ചു പോകാറുണ്ട്. നമ്മൾ ചോദിച്ചാൽ ഒരാൾ റിവൈവ് അടിക്കുക. പീക്ക് റിവൈവ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് കാര്യം. വെൻഡിങ് മെഷീൻ ഒരിടത്ത് നിൽക്കുമ്പോൾ കൂടുതൽ പൈസ ഉണ്ട്. പെട്ടെന്ന് അടിക്കുമ്പോൾ ഓക്കെ. ഇത്രയും ഡ്രോ കാണുമ്പോൾ ഒരു കില്ലില്ല. ഒരു കില്ല് പോലും ഇല്ല. പിന്നെ ഒരു കില്ല് പോലും ഇല്ല. പിന്നെ എന്തോ ഇങ്ങനെ ഇതെടുത്തു. നമുക്ക് ഏഴോട്ട് തസ്തൂരി ഉണ്ടായിരുന്നെങ്കിൽ തസ്തൂരി അടിച്ചു പോയാനെ. നല്ല കോമ്പോ അല്ലേ? ആരോ കണ്ടുകൊണ്ടിട്ട് വരുന്നു.
ആരോ ഒന്നെത്തി. എന്നെ കണ്ടോ? അതുകൊണ്ട് ഈ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരാളുണ്ടോന്ന് എനിക്ക് സംശയം. ശബ്ദം കേട്ടെ അതിൻ്റെ അന്ന് മാത്രം വിശ്വസിക്കും. അവൻ എവിടെ നിർത്തിയെന്ന് തോന്നാ. കാറിൽ പോയ എനിമി. ഫോസ്കോപ്പാണ്. ഫോസ്കോപ്പ്. മറ്റേവന് 3 കില്ലൊക്കെ ആയി. ഈ ശബ്ദോട് എനിക്ക് പിടിക്കുന്നില്ല. 2 മേടി എങ്ങനെങ്കിലും എടുത്തെത്തണം. ഈ ചാടിപ്പോ നേരത്തൊരു ഹെഡ് അടിച്ചിടേ. ആ പോകുന്നേരാ? ഇവനൊന്നും അല്ലല്ലോ. അവൻ തന്നെയാന്ന് തോന്നുന്നു. അവനല്ല, അവനാ മൂക്കിലേക്ക് പോയി. എടാ ഞാൻ പോയി. എടാ ഗ്ലോളില്ല. ഇത്രയും ഡാമേജ് കൊടുത്തു. എനിക്ക് ഉറപ്പായി. തീർന്നു. ഇവൻ്റെ കൂടെ കളിക്കണ്ടേ, അതുകൊണ്ടാണ് തോറ്റെ. പക്ഷെ നമ്മള് 4 ആയി. അവന് 3 കില്ല് കിട്ടി. അവൻ തന്നെ പോയി. ശല്യമായതുകൊണ്ടായിരിക്കും. നമ്മുടെ ഇതുവരെ ആയില്ലേ? 20 മൂന്നില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യും? ക്യാരക്ടർ എങ്ങനെ മട്ടും എന്തോ ചെയ്യും. സ്കോഡ് വെച്ചോ വേണം. വെയിറ്റ് ചെയ്യാൻ ആലോചിക്കട്ടെ. ഐഡിയ കിട്ടി. എൻ്റെ അത് ഇത് പ്ലസ് ബണ്ടിൽ മാറ്റണം. നമുക്ക് ഫുൾ ഇപ്പം നോർമൽ ആക്കാതെ എന്നിട്ട് ആദ്യം തൊട്ട് തുടങ്ങും. നമുക്ക് മുടി തൊട്ടോടണം. ഇത് ഉള്ളിൽ ഓ ഇച്ചിരി നൈസാ. എന്താ ഇത് പിന്നെ ഇത് ഒരു കില്ലർ ടൈപ്പ് ലുക്ക്. ട്രോഗണിൻ്റെ ആയിരിക്കും അല്ലേ? ട്രോഗണിൻ്റെ കിട്ടിയത്. അടുത്ത ഏറ്റവും താരം ചെയ്താൽ നോക്കാം. ഇതാരുടെ കയ്യിലും ഇല്ല. പക്ഷെ ഇച്ചിരിയൊക്കെ കാണാം ഇതിലൊക്കെ അല്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാനും ഉണ്ടായിരുന്നു. ഈ കണ്ണായിരുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ട.
ഞാൻ കുറേ യൂട്യൂബിൽ കണ്ട് എന്തുവാ ഇത് വന്നു ബ്ലാസ്റ്റർ ഗണ്ണ് ബ്ലാസ്റ്റർ Free Fire India is set in a virtual. കളിക്കുന്നു ടൊമാറ്റോ ചിറ്റൂറാണ് എന്താ ചിറ്റൂർ Battle Royale. Battle. കൈപ്പട്ടൂരാണ് അതിനെ കൈപ്പട്ടൂരുമായിരിക്കും. ഇപ്പൊ നമുക്കാരെ ലോഗോ കാണിക്കാൻ പറ്റില്ല, ഇപ്പൊ കാണിക്കാം. ആരൊക്കെയാ കേരളയിലാണ് അതല്ല ഇവിടെ ഞാൻ എന്തോ ഞാൻ മുളക് ഇറങ്ങിയത് ഒരു സുഖത്തിന് ഇറങ്ങിയത്. ഇവിടെ സുഖത്തിന് ഇവിടെ ഇറങ്ങാനാ ഞാൻ ഇപ്പൊ വിചാരിച്ചു. ഒരുത്തനേ ഉള്ളൂ, സാരല്ലോ ഒരുത്തനായാലും കിൽ മോഷൻ ഇല്ലല്ലോ. കിൽ മോഷൻ പോടേ അടുപ്പോ അതുപോലെ തന്നെ അപ്പോ പൊടെ 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 മാ കച്ചി ഗോ 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 ഫാസ്റ്റ് പോ. എനിക്കിനി കില്ലിൻ്റെ ആവശ്യമുണ്ടോ? മേന്മേനെ കണ്ട് എനിക്ക് സ്പൈ ചെയ്തിട്ടൊക്കെയാണല്ലോ. അപ്പം അതിൻ്റെ എക്സ്ട്രാ ഹെൽത്ത് കിട്ടി. ഇവിടെ എവിടെയെങ്കിലും കാണാം. ഇപ്പം ഇത് ആക്റ്റീവ് അല്ലേ? ഈസിലി ഹവയൊക്കെ ഉണ്ടാവണ്ടേ? സത്യം പറഞ്ഞാൽ ഈ ആൻഡ്രിഗേറ്റർ റോമൻ റിംഗസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ റോമൻ റിംഗസിൻ്റെ ആക്ഷൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട്. എങ്ങാണോ ഇനിമയുടെ മുമ്പിൽ പോയി തന്നെ സ്റ്റക്കായ. ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ആള് ചിലപ്പോൾ എന്നെ സ്പൈ ചെയ്യുന്നുണ്ടോ പറയാൻ പറ്റില്ല. അവിടെ പൊട്ടി, നേരത്തെ പൊട്ടി. അത് നോക്കി കാണും. പൊട്ടടാ പൊട്ടി. എന്തായാലും അറിഞ്ഞു കാണും. എൻ്റെ ഹെൽമെറ്റ് ഇല്ല. സ്റ്റക്കായിരുന്നു. സ്റ്റക്കായി. എനിക്ക് ഗണ്ണ് മാറ്റാൻ പറ്റത്തില്ല. ഓട്ടോ ആയതുകൊണ്ട് അല്ല, ഓട്ടോമാറ്റിക്കായി എനിക്ക് ഗണ്ണ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നു. കൈയെടുക്കാൻ പറ്റും. അയ്യോ കയറാൻ പറ്റുന്നില്ല, ജമ്പ് പറ്റുന്നില്ല. ഇപ്പം പറ്റില്ല. ഞാൻ കുറേ ക്ലിക്ക് ചെയ്തു. ഇപ്പം പറ്റുന്നു. കുറേ തവണ ക്ലിക്ക് ചെയ്യുന്നതിൽ ഒരു വശമാണ്. സ്പീഡ് ഞെക്കിയപ്പോൾ പറ്റി. ഡ്രോഗണ്ണാണോ?
സ്റ്റക്കൊന്നും ഇനി പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാ വെച്ചതുണ്ട്. ഇതുപോലെ ഒന്നും ഞെക്കാൻ പറ്റത്തില്ല. അയ്യോ എന്താ ഞെക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. 1000 തവണ അതെടുക്കണേ കണ്ടു. ഞാൻ 100,000 വട്ടം ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ടത് എടുക്കാൻ പറ്റുന്നില്ല. ഇതിലല്ല സ്വിച്ച് ആവുന്നുണ്ടല്ലോ. അയ്യോ ഇടയ്ക്കിടയ്ക്ക് ഇതാണ്ട. ഇപ്പം ചെയ്യാൻ പറ്റിയിട്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ല. ആണ്ട ഇപ്പം ഞാൻ കുറേ തവണ എനിക്ക് 1 സെക്കൻഡ് ഞാൻ കൈ എടുത്തിട്ട് കൈ ഇപ്പം പറ്റുന്നുണ്ടോ? കൈ എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പാട് ഗൈസ് 1 സെക്കൻഡ്. ഇപ്പം താരോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. കൈ എടുക്കാൻ പറ്റുന്നില്ല. പറ്റും. ഇത്ര നേരത്തെ കുറേ പേർക്ക് 3 സ്റ്റാർ എംപനോ എല്ലാം കിട്ടിക്കണം. അങ്ങോട്ട് പീക്കിലോട്ട് പോവാം. ഉണ്ടെങ്കിൽ എനിമിയായിരുന്നേ. എനിമിനെയൊന്നും കാണുന്നില്ലല്ലോ ഈ സമയം എനിമിനെ കാണില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നില്ല വണ്ണിൽ തന്നെ. അത് ഞാനിപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണോ? സാധാരണ ഞാൻ ഇങ്ങനെ ഒന്ന് വളയ്ക്കത്തേ ഉള്ളൂ. വളച്ച് കൈ കൊണ്ടുപോകും. എന്താ ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ? കണ്ടാണ് അയ്യോ മണ്ടയ്ക്കാരെ ഞാനിപ്പോൾ എന്ത് ചെയ്യും? അല്ല ഈ സാൻഡോണി ആണോ? അതുകൊണ്ടായിരിക്കും. നമ്മൾ ഇവിടെ വന്നുകൊണ്ട് നമുക്കിത് കിട്ടി. റോഗാണ് കിട്ടിയിരിക്കുന്നു. ഈ ചിപ്പ് എന്തുകൊണ്ടായാലും എടുത്തേക്കാം. ആവശ്യം വരും. അതുകൊണ്ട് ഒരാളെ അടിക്കാം നമുക്ക്. എടുത്ത് ഇന്നടിക്കും. കണ്ടിട്ട് വന്ന് ഇപ്പം റീസ്പോണായി വന്നതേ ഉള്ളൂ. എടാ ഞാൻ ബാഗ് ഒന്നും എടുത്തെനിക്ക് ഡ്രോവൊന്നും പോലും എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യണം? ബൈ ഗൈസ്. എന്തായാലും ഈ വീഡിയോ